ഉറക്കമാകില്ലും പെട്ടെന്ന് പോണല്ലോ, സമയമായിക്കണല്ലോ. സമയമാണെങ്കിൽ 12 മണിയായി. പെട്ടെന്ന് അങ്ങോട്ട് പോവാ. ലോ 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 ലോ. ഏത് ഈ ചങ്ങായി, എനിക്കത് വയ്യേ. റോഡിലൊക്കെ വന്ന് നിൽക്കണം, വല്ല ഫാൻസി ഡ്രസ്സ് ഈ കാര്യം. ഓഹോ, വാട്ട് എ ഡേ മാൻ, വാട്ട് എ ഡേ. എന്ത് നല്ല രസമുള്ള ദിവസമാണ്. അല്ലെങ്കിൽ ഒരു സമ്മർ വെക്കേഷൻ ആയ അതിൻ്റെ ഒരു സമാധാനം, ഒരു സുഖം, ഇതൊരു വേറെ ലെവലാണ്. ആരടാ വിളിക്കണേ ഈ സമയത്ത്? നല്ല രീതിക്കൊന്ന് പ്രകൃതി ആഘോഷിക്കാൻ നോക്കട്ടെ. ഇത് നമ്മളെ മറ്റേ പോലീസ്, ഇത് മറ്റേ ഇൻസ്പെക്ടർ അല്ലെന്ന് വിളിച്ചോക്കട്ടെ. അല്ല, എന്താണ് പ്രശ്നം? സോർ പെട്ടെന്ന് പോവാ, ഇവിടെ എന്തൊക്കെ ഒരു പ്രശ്നമുണ്ട്, ഒരു കൊലപാതകം ഉണ്ട്, ഒന്ന് പെട്ടെന്ന് വരികയും. കൊലപാതകമോ? വരാം. ഓക്കെ ഗൈസ്, എന്തോ കൊലപാതകത്തിനെ പറ്റിയിട്ടാണ് ഓര് പറഞ്ഞത്. എന്താണെന്നറിയില്ല ഗൈസ്. നമുക്കതൊരു ഷിൻജാനും പാടിയും കൊണ്ടുപോവാം ഗൈസ്. എടാ ഷിൻജാനെ ഇനിയിപ്പോൾ എടുക്കും ചെയ്യില്ല. നമുക്ക് എന്തായാലും മോളിൽ ചെന്ന് നോക്കി നോക്കാം. ഓക്കെ, എന്താ ഫാങ്കി ബൈ പ്രശ്നം? എന്തിനാണ് ഞങ്ങനെ വിളിക്കുന്നത്? എടാ ഷിൻജാൻ, നമ്മളെ പോലീസ് സ്റ്റേഷനിൽ എന്തോ പ്രശ്നമുണ്ട്, എന്തോ കൊലപാതകത്തിന് എന്തോ കേസ് എന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. ഫാങ്കി ബൈ, ഞാൻ അതാ വരുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഡ്രസ്സ് മാറ്റിക്കാണ്ട് നേരെ നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം ഗൈസ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഗൈസ് നമുക്കൊരു കേസ് വരുന്നത്. ഓക്കെ ഗൈസ്, നമ്മളിതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ചിന്താനം വേണം, നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി നമ്മളെ പോലീസ് ജീപ്പ് എടുത്തത് നമ്മൾ നേരെ നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്താണ്ട് വലിയ റിസ്ക് ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇവിടെ എത്തുകയും നടന്നു പോയാൽ മതി ഗൈസ്. അതിൻ്റെ പകരം വെറുതെ ഷോ കാട്ടാൻ വേണ്ടി കണ്ടാൽ നമ്മളിങ്ങനെ കാണേണ്ടി പോകുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ പോവുക ഗൈസ്. എന്തോ അർജൻറ്റ് മാറ്ററാണ് തോന്നുന്നു ഗൈസ്. നമുക്കതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് തന്നെ ഇവിടെ ജസ്റ്റ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് അവിടെ ചെന്ന് നോക്കിയോക്കാം ഗൈസ്, എന്താ പ്രശ്നം എന്നാവോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാ കയറാൻ പോവുകയാണ് ഗൈസ്. എന്ത് വള്ളി കേസാണാവോ, നമുക്ക് ചെന്ന് നോക്കി നോക്കാം. ഓക്കെ, എന്താ സാർ, എന്താണ് വിളിച്ചത്? ഫ്രാങ്ക്ലിൻ, നീ വന്നോ? നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. എടാ ഫ്രാങ്ക്ലിൻ, നിനക്കൊരു കേസ് ഞാൻ തെളിക്കാൻ പോകും. നീ അവിടെയുള്ള ആൾക്കാരെ കണ്ടോ? കണ്ടു. അവിടെ കാര്യമാണ് അവന്മാരെ അണി എന്തായാലും മറ്റേ കോളനിയിൽ അവിടെ മരിച്ചതിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇവരൊക്കെ പറയുന്ന ആരോ അവിടെ കൊല ചെയ്തിട്ടാണ് അവനെന്നാണ് പറഞ്ഞത്. ഞമ്മക്കെല്ലാം അറിയാം, അവൻ വല്ല പൂസയും കണ്ട് വല്ല വണ്ടിക്ക് ഇടിച്ച് ഇതാക്കി കാര്യം. നീ എന്തായാലും ആ കേസ് ഒന്ന് തെളിയിക്കാം. അതിനെ ഞാൻ നിങ്ങളെ വിളിച്ചത്. ഓക്കെ സാർ, ഓക്കെ, ഞാൻ എന്തായാലും ആ കേസ് തെളിയിക്കാം. എന്നാൽ ശരിയടാ, നീ പോയിക്കോ. നിനക്കൊരു അസോസിയേഷൻ ഞാൻ അയക്കണം കേട്ടോ. ഓക്കെ സാർ, ഞാൻ എന്തായാലും അയക്കും. ഓക്കെ ഗൈസ്, ഇതെന്തോ കോംപ്ലിക്കേറ്റഡ് കേസ് തോന്നി. നമുക്ക് എന്തായാലും പോകാം ഗൈസ്. അതിന് മുമ്പ് ഗൈസ് നമുക്ക് ഈ ബ്രദേഴ്സിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചാണ്ട്. എന്താ ഫാങ്കി പ്രശ്നം? എടാ, ഒരു കേസാണ്, മറ്റേ എന്താ കൊലപാതകത്തിൻ്റെ കേസ്, മറ്റേ കോളേജിൻ്റെ അവിടെ ആണ് ഫാങ്കി ബൈ. നമുക്ക് പോയി തെളിയിക്കല്ലേ? അവിടെ നമുക്ക് പോയി എന്തായാലും തെളിയിക്കാം. ഫാങ്കി നിൽക്കവിടെ. എന്താ സാറേ, എന്താ? എടാ, ഇത് നമ്മൾ അൺഒഫീഷ്യലായിട്ട് നടത്തുന്ന ഒരു കേസാട്ടോ. ഇത് ആർക്കും അറിയില്ല. അപ്പം നമ്മൾ സ്നീക്കി പീക്കാണ് നടത്തുന്നത്. അപ്പോൾ അത് ആരോടും ഇത് പറയരുത് കേട്ടോ. ഓക്കെ സാർ, ഓക്കെ, ഞാനത് ആരോടും പറയില്ല. നമ്മളിത് അൺഒഫീഷ്യലായിട്ട് നടത്താം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നമുക്കിനി പോവാം ഗൈസ്. അതിന് മുമ്പ് ഗൈസ്, ഇവിടെ ബ്രദേഴ്സ് ഉള്ളത്, ഇവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഒന്ന് പോയി ചോദിച്ചോക്കട്ടെ. ഹലോ സാർ, നിങ്ങൾ അനിയനല്ലേ മരിച്ചത്? അതേടാ, അതെ, എൻ്റെ അനിയനാണ് മരിച്ചത്. എന്താണ് അയാൾക്ക് ജോലി? അയാൾക്ക് ജോലി ഒരു കമ്പനിയിലാണ്. എപ്പോഴും 12 മണിക്ക് അയാൾ വരല്. എന്നാലും കുറച്ച് വൈകിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടത്? അതെ. ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചറിഞ്ഞതാണ് ഗൈസ്. ശരിയാണ്, അവിടെ നമുക്കിതെല്ലാം പോവാൻ. നമുക്കിതെല്ലാം നേരെ നമ്മളെ കോളനിക്ക് പോവാം ഗൈസ്. ഓക്കെ, നമ്മളിത് വണ്ടി എടുത്തപ്പോൾ നമ്മളെ കോളനിക്ക് പോകാൻ നിൽക്കുകയാണ് ഗൈസ്. നമുക്കൊരു ഷോർട്ട് കട്ടൊക്കെ എടുത്ത് പോവാം. ഫാങ്കി ബൈ, എന്തൊക്കെ സംഭവം? എങ്ങനെയാണ് നമ്മളിനി കേസ് തെളിയിക്കാൻ പോണത്? അതിലതാ, നമുക്ക് എങ്ങനെയെങ്കിലും കേസ് തെളിയിച്ചേ തീരുള്ളൂ. ഇനി എന്താണ് സംഭവിച്ചതെന്ന് അറിയാതൊരു മനസ്സമാധാനമില്ല. നമുക്ക് എന്തായാലും ചെന്ന് നോക്കി നോക്കാം ഗൈസ്. ഇവിടെ അടുത്താണ്. ഓക്കെ ഗൈസ്, ഫൈനലി ഗൈസ് നമ്മളെ
മർദ്ദർ എന്ന സ്ഥലത്ത് ഇതിലുണ്ട് ഗൈസ്. ഇവിടെ ഒരു കുഴപ്പമില്ലാതെ പോലെ നമ്മൾ കാണാതെ, കാരണം ഇത് നമ്മൾ അൺഒഫീഷ്യലായി നടത്തുന്ന ഒരു കേസാണ് ഗൈസ്. അപ്പോൾ ആർക്കും ഇത് അറിയത്തില്ല ഗൈസ്. എന്തിനാണെന്ന് വെച്ചാൽ അതൊക്കെ അറിയില്ല. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് അടിച്ചു പറക്കുക. അടിച്ചിട്ട് നീ ആ ഭാഗത്ത് അടിച്ചു പറക്കുക, ഞാൻ എന്തായാലും ഈ ഭാഗത്തൊന്ന് അടിച്ചു പറക്കട്ടെ. ഏകദേശം ഈ ഒരു സ്പോട്ടിലായിട്ട് മരണം നടന്നിക്കണമെന്നാണ് നമ്മുടെ സാറ് പറഞ്ഞിരുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. ഇവിടെ എന്തെങ്കിലും തുമ്പില്ലാതെ കിട്ടാതിരിക്കില്ല ഗൈസ്. ഓക്കെ ഗൈസ്, വാട്ട് അവിടെ എന്തൊരു സംഭവം? നീ ഇതെന്താ ഗൈസ്, ഒരു മാനിൻ്റെ ജിറാഫിൻ്റെ എന്തോ ഒരു രോമം പോലെ എന്തോ സാധനം ശരിയാണ്. നമുക്ക് എന്തോ കിട്ടിക്കണു. ഇതെന്തോ രോമിൻ്റെ എന്തോ രോമത്തിൻ്റെ എന്തോ രോമാണ്. നമുക്ക് ഇതിലൊരു ലാബ് ടെസ്റ്റ് ചെയ്യാം ഗൈസ്. നമുക്കതിൽ നമ്മളെ കാർ പോയി കഴിഞ്ഞാൽ നമുക്ക് ലാബ് കൊടുക്കാം ഗൈസ്. ഇനി ചിലപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് ഇത് ലാബ് പോയി ടെസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ ഇതിൽ വല്ല ഫിംഗർ പ്രിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഗൈസ്. നമുക്ക് എന്തായാലും പോയി നമുക്കിത് ലാബ് കൊണ്ടേ കൊടുക്കാം ഗൈസ്. നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് നേരെ പോവാം ഗൈസ്. ഇതെന്ത് വള്ളിക്കെട്ടാണെന്ന് അറിയത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോകാം. അത് വലിയ വള്ളിയാവുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഗൈസ്. ഗൈസ് നമുക്ക് നമ്മളെ ലാബ് കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതൊക്കെ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ നമ്മളെ വീട്ടിലേക്ക് വെക്കും. ഭയങ്കര ക്ഷീണമാണ് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ പോവാം. ഫ്രാങ്കി ഇപ്പോൾ എനിക്കൊരു ഡൗട്ട്, എന്താണ് ഷിൻചാനെ കാര്യം പറ. ഫ്രാങ്കി ഇപ്പോൾ ഇനി ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു ഒടിയനാണെങ്കിലോ? ഒടിയനോ? ഒന്ന് പോയടാ. ഇനി ചിലപ്പോൾ സത്യമാവോ ഗൈസ്? ഒടിയനൊക്കെ ഈ നൂറ്റാണ്ടിൽ എവിടെ കാണാം? അതൊക്കെ പണ്ടല്ലേ, ഇപ്പോഴൊന്നും ഒടിയൻ ഉണ്ടാവില്ലേ. നമുക്ക് എന്തായാലും നേരെ നമ്മളെ വീട്ടിലേക്ക് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ ജസ്റ്റ് പാർക്ക് ചെയ്ത് കാണാൻ നമുക്കൊന്ന് കിടക്കാം ഗൈസ്. ഭയങ്കര ക്ഷീണമാണ് ഗൈസ്, കയ്യും കാലൊക്കെ വേദനിച്ച്. നമുക്ക് എന്തായാലും പോയാൽ ഇന്ന് ഭയങ്കര ക്ഷീണമാണ് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ പോവാം ഗൈസ്. ഓക്കെ, വാട്ട് എ ഡേ മാൻ, വാട്ട് എ ഡേ.